ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിലാപങ്ങൾ 2:18 അവിടെ ഇങ്ങനെ പറയാണ്: സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്ക, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം വളരെ സുഖ സമൃദ്ധിയായി കഴിഞ്ഞ ജനങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കാൻ നമുക്ക് കാണാം, വീഥികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു, കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു. അങ്ങനെ വളരെ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാനോ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാനോ കഴിയാതെ അവർ മറ്റു വഴികളിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ച അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അങ്ങനെ ഒരു ശിക്ഷ അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നല്ലോ, അതുകൊണ്ട് തന്നെ ഓലോല കണ്ണുനീര്, ഇടവിടാതെ ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുക, രാത്രിയുടെ യാമാരംഭത്തിലെങ്കിലേക്ക് എഴുന്നേറ്റ് ദൈവസന്നിധി പ്രാർത്ഥിക്കുക, കണ്ണുനീരൊഴുക്കുക, ദൈവത്തോട് നിലവിളിക്കുക. അപ്പൊ ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പലപ്പോഴും വളരെ നല്ല സുഖസമൃദ്ധമായ ജീവിതവും സന്തോഷവും ഒക്കെ അനുഭവിച്ചിട്ട് പലപ്പോഴും ദൈവത്തെ മറന്ന് വേണ്ടതുപോലെ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ നമ്മൾ ആ ഒരു ദൈവം തന്ന ദാനങ്ങളിലൊക്കെ സന്തോഷിച്ചിങ്ങനെ കടന്നു പോകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം ചില പ്രതിസന്ധികൾ ഇടാറുണ്ട്. പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വരാറുണ്ട്. വന്നു കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കുക. കർത്താവ് ചെയ്ത നന്മകൾക്കൊത്തവണ്ണം നാം പ്രവർത്തിച്ചോ, അതിനനുസരിച്ച് നാം നിന്നോ, ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നത്? അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഓലോല കണ്ണുനീരൊഴുക്കുക, രാത്രിയുടെ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കരയുക. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കണ്ണുനീരും, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീര് കണ്ട ദൈവം മനസ്സലിയും, നമ്മോട് കരുണ തോന്നും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. നാം ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. ദൈവമേ, അങ്ങ് ചെയ്ത നന്മകൾക്കൊത്തവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ നിന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പിന്മാറ്റം വന്നു, പക്ഷെ കർത്താവെ, ഞാൻ ഇതാ മടങ്ങി വരുന്നു, അവിടുന്ന് എന്നെ സഹായിക്കണമേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പം ദൈവസന്നിധിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഓലോല ദൈവസന്നിധി ഇടവിടാതെ കണ്ണുനീരൊഴുക്കി, യാമാരംഭങ്ങളിലൊക്കെ എഴുന്നേറ്റ് ദൈവസന്നിധി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം. അപ്പൊ ദൈവസ്ഥിതിക്ക് മാറ്റം വരുത്തും. തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ആ തിന്മയുടെ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നന്മയുടെ അനുഭവത്തിലേക്ക് നമ്മെ വീണ്ടും നടത്തും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.